ഹരകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ മാസത്തെ ഫലമാണ് പറയുന്നത്. ജൂലൈ മാസത്തിൽ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗവും കൂടി ചേരുന്ന മേടക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മേടക്കൂറുകാർക്ക് ചാരവസായം. 2-ാം ഭാവത്തിൽ ശുക്രൻ, 3-ാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും, 4-ാം ഭാവത്തിൽ ബുധൻ, 5-ാം ഭാവത്തിൽ കേതു, ചൊവ്വ, 10-ാം ഭാവത്തിൽ രാഹു, അതുപോലെ തന്നെ 10-ാം ഭാവം ശുദ്ധം, 11-ാം ഭാവത്തിൽ രാഹു, 12-ൽ ശനി. ഇതാണ് ഗ്രഹസ്ഥിതി വരുന്നത്. അപ്പോൾ 7 ശനി ഇവർക്കുണ്ട്. അത് കാരണം 7 ശനി ദോഷത്തിനുള്ള പരിഹാരങ്ങൾ നടത്തി വരിക. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത്യാവശ്യം ഉണ്ടെങ്കിലും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സാഹചര്യങ്ങൾ തരണം ചെയ്ത് പോകാൻ പറ്റിയ ഒരു മാസമായിട്ടാണ് കാണുന്നത്. 2-ാം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതിൻ്റെ കാരണം കൊണ്ട് അത് ഗുണപരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. കാരണം ശുക്രൻ 2-ാം ഭാവാധിപന് ബലമുള്ള കാരണം ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഐശ്വര്യ അഭിവൃദ്ധിയും കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഉള്ള അഭിവൃദ്ധിയും അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും എന്നാണ് പറഞ്ഞത്. തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ തൊഴിൽ പുരോഗമനം, വിദേശ ഗമനം, വിദേശ യാത്ര എന്നിവയ്ക്കുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഭൂമി വാങ്ങിക്കുവാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. ഭൂസ്വത്ത് പങ്കിടുവാനുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും, അതായത് ഭൂമി സംബന്ധമായിട്ട് പറഞ്ഞാൽ ഭൂമിയിലുള്ള മണ്ണടക്കമുള്ള ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതിനടക്കമുള്ള സാഹചര്യങ്ങൾ പെട്ടിട്ടുള്ളവർക്കും തൊഴിലെടുക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. കൺസ്ട്രക്ഷൻ വർക്കുകൾ, ഭവന നിർമ്മാണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഭൂമി വാങ്ങിക്കാനോ വിൽക്കാനോ അതുപോലെ റെയിൽവേ സംബന്ധമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും കൊണ്ട് തന്നെയാണ് കാണുന്നത്. വരുമാന വർധനവ് ധാരാളം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. സഹായഹസ്തങ്ങളും ഒരു പരിധിവരെ കാണുന്നുണ്ട്. ഗവൺമെൻറ് ആനുകൂല്യങ്ങളെല്ലാം പെട്ടെന്ന് വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭാര്യ-ഭർത്ത ബന്ധങ്ങൾ ഐക്യത നിലനിൽക്കുവാനുള്ള സാധ്യതയുണ്ട്. ഭർത്താക്കന്മാരുള്ള സൗഹൃദം കുറച്ചുകൂടി അടുപ്പം കൂടി വരുവാനുള്ള സാഹചര്യങ്ങളും, അകൽച്ചയുണ്ടെങ്കിൽ അത് വിട്ടുപോയി ചേർച്ച് വരുവാനുള്ള സാധ്യതകളും കൂടുതലായിട്ട് കാണുന്നുണ്ട്. ലാഭം പൊതുവെ തൊഴിലിനനുസരിച്ചുള്ള ലാഭം പൊതുവെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം കൂടിയാണ് ജൂലൈ മാസം. അത് കാരണം കൊണ്ട് തന്നെ അവർക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചെയ്യുവാനുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കും, എയർപോർട്ട് സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കും, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പ്രത്യേകിച്ച് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നവർക്ക് ഹോസ്പിറ്റലേഷൻ, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റുഡൻറ്റ്, അതുപോലെ തന്നെ ഡോക്ടർമാർ, നഴ്സുമാർ, അതുപോലെ അങ്ങനെ അതിലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻ സംബന്ധമായിട്ടുള്ള, അതായത് മരുന്ന് സംബന്ധമായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ടവർക്കും വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സേനാധിപത്യം വഹിക്കുന്ന തൊഴിലെടുക്കുന്നവർക്കും ജീവനക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറി വരുവാനുള്ള സാധ്യതകളും, ഗവൺമെൻറ് വിഭാഗത്തിൽ ജോലിയെടുക്കുന്നവർക്ക് കുറേയേറെ തടസ്സങ്ങളുള്ളതെല്ലാം മാറി വരുവാനുള്ള സാധ്യതകളും ഈ മാസത്തിൽ കാണുന്നുണ്ട്. അവർക്ക് പ്രമോഷൻ മറ്റുള്ള കാര്യങ്ങൾ, സ്ഥാനമാറ്റങ്ങൾ വേണമെങ്കിലും കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ ഈ മാസം ഇവർക്ക് മേടക്കൂറുകാർക്ക് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു മാസം തന്നെയാണ്. നമസ്കാരം.